യെസ്. അപ്പൊ ഞാൻ തന്ന ദ ക്വസ്റ്റ്യൻ സീരീസ് എല്ലാവരും പ്രിന്റ് എടുത്തു എന്ന് കരുതുന്നു. എല്ലാവരും എടുത്തല്ലോ? എല്ലാവരും എടുത്തോ? ആണെങ്കിൽ എടുക്കാറുണ്ടോ? ഇനി വരാൻ പോകുന്ന എക്സാമിനുള്ള ദ ക്വസ്റ്റ്യൻ സീരീസ് എല്ലാവർക്കും ഞാൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് ആണ്. എത്ര കിട്ടി നിങ്ങൾക്ക്? ടോട്ടൽ 5 ആണോ 10 ആണോ കിട്ടിയത് നിങ്ങൾക്ക്? ഈ ബാച്ചിന് ഇപ്പൊ 5 ആണോ 10 ആണോ? എല്ലാവരും 10 കിട്ടി അല്ലേ? എല്ലാവർക്കും 10 സെറ്റ് ക്വസ്റ്റ്യൻ സീരീസ് കിട്ടില്ലേ? 10 ക്വസ്റ്റ്യൻ സീരീസ് പറയുമ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആയി? 500 ആയോ? 500 ആയോ? 500 ആയി. 500 ആയി. 10 ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറയുമ്പോൾ 50 ക്വസ്റ്റ്യൻ വച്ച് ടോട്ടൽ 500 എണ്ണമായി. ഇനി അതേ കാര്യം ഈ 10 സെറ്റ് ക്വസ്റ്റ്യനിലെ ടോട്ടൽ 4 ഓപ്ഷൻ കൂട്ടുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആയി? ഇതേ 10 സെറ്റ് ക്വസ്റ്റ്യനിലെ 4 ഓപ്ഷൻ മാത്രം കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആയി? എല്ലാം നോക്കുമ്പോ എത്ര ക്വസ്റ്റ്യൻ ആയി? ഇത് കണക്ക് കൂട്ടി നോക്കിയേ. എത്രയായി? എത്രയായി? ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ. 2000 ക്വസ്റ്റ്യൻസ്. 2000 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ 10 സെറ്റ് ക്വസ്റ്റ്യൻ 2000 ചോദ്യങ്ങൾ കിട്ടും. അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു 200ഓളം ക്വസ്റ്റ്യൻ സീരീസ് കയ്യിലുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 200ഓളം ക്വസ്റ്റ്യൻ സീരീസ് കയ്യിലുണ്ട്. ആൻഡ് തിയറിയും കൂടെ പഠിക്കുമ്പോൾ കറക്റ്റ് 90+ ക്വസ്റ്റ്യൻ കിട്ടിക്കൂടെ? അത് എപ്പോ പഠിക്കും? എക്സാം നോട്ടിഫിക്കേഷൻ മുമ്പേ തന്നെ മാക്സിമം പഠിക്കുകയാണ്. മാക്സിമം എക്സാം നോട്ടിഫിക്കേഷൻ തൊട്ട് മുൻപേ തന്നെ നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക, ഒരൊറ്റ കാര്യം അന്വേഷിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ പഠിക്കുന്ന എവിടെയെങ്കിലും ആദ്യം ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. കൂട്ടുകാർ പഠിക്കുന്നത് എവിടെയെങ്കിലും ആദ്യം ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. ഉണ്ടോ അവിടെ എവിടെയെങ്കിലും? ഉണ്ടോ? ഇല്ല. അവർ ദ തിയറിയിൽ മാത്രം ഫോക്കസ് ചെയ്യും. അവർ കുറെ തിയറി പഠിപ്പിച്ചു വിടും. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ദ ക്വസ്റ്റ്യൻ വെച്ച് പഠിപ്പിക്കുന്നത് നോക്കാറില്ല. ഉണ്ടോ അവിടെ എവിടെയെങ്കിലും? ചോദിച്ചു നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം സ്റ്റാഫ് DME എക്സാം പഠിപ്പിക്കുന്ന ആൾക്കാരായാലും അവരോട് ചോദിക്കുക. അവർ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നുണ്ടോ ചോദിക്കുക. ഇല്ലെന്നൊരു ഉത്തരം മാത്രമേ എടുത്തുള്ളൂ. ശരിയല്ലേ? ശരിയാണല്ലോ? ശരിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്ന കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാ? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെനിക്ക് അറിഞ്ഞൂടാ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മാത്രമേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. അത് റൈറ്റ് അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെനിക്ക് അറിഞ്ഞൂടാ എന്ന് കാണുമ്പോൾ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ എനിക്കിത് പഠിക്കണം എന്നൊരു തോന്നൽ പിന്നെയും ഉണ്ടാകത്തുള്ളൂ. ശരിയല്ലേ? ശരിയാണല്ലോ? അല്ലാതെ കുറെ തിയറിയും പഠിച്ചുകൊണ്ടിരുന്ന് കഴിച്ചാൽ ഒരു കുന്തവും നടക്കത്തില്ല, ഒരു മാർക്കും കിട്ടത്തില്ല. ഇനി അറിയേണ്ട കാര്യം സ്റ്റാർട്ടിങ് മൂലം പഠിക്കണം ഇങ്ങനെ അല്ലേ? സ്റ്റാഫ് നഴ്സ് എക്സാം സ്റ്റാർട്ടിങ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷന് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് പ്രാധാന്യം കൊടുത്ത് വേണം പഠിക്കാനുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വേറെ ഒന്നും പറയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം എത്തിയല്ലോ? എല്ലാം എത്ര മിനിറ്റ്? 10 മിനിറ്റോളം പോയത്. എല്ലാവരും ക്യാമറ ഓഫ് ചെയ്തേ. എല്ലാവരും സോ സ്റ്റാർട്ട് ചെയ്യാം. ആടെ കൊച്ചത് ക്യാമറ ഓഫ് ചെയ്യില്ല. യെസ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച ദ കമ്മ്യൂണിറ്റി ദ ഡെവലപ്മെന്റ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ. അത് ഏത് വർഷം, ഏത് മാസം? ഫസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. നമ്മുടെ ഫസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത് ദ കമ്മ്യൂണിറ്റി ദ ഡെവലപ്മെന്റ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ. ഏത് വർഷം, ഏത് മാസം? എപ്പോഴും വർഷം മാത്രം പഠിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇത് ഇങ്ങനൊരു ചോദ്യം വരികയാണ്. ആ വർഷത്തിന്റെ കൂടെ ഇത് മാസം കൂടെ ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവത്തില്ലേ? ആലോചിക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ വർഷം അറിയാം, പക്ഷേ ഇത് മാസം അറിഞ്ഞുകൂടാ. ശരിയല്ലേ? മാസം അറിഞ്ഞൂടാ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം, അയ്യോ സാർ എനിക്ക് വർഷം അറിയായിരുന്നു, പക്ഷെ മാസം പഠിച്ചില്ല. നമ്മൾ എല്ലാ ബുക്കിലും പഠിക്കുന്ന കാര്യം വർഷം മാത്രം പഠിക്കും.
1952 പഠിക്കും. ശരിയല്ലേ? വർഷം അറിയാം. 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതെന്നറിയാം. പക്ഷെ മാസം അറിഞ്ഞുകൂടാ. റൈറ്റ് ഓർ റോങ്? ശരിയാണോ അല്ലയോ? എന്റെ മാസം അറിഞ്ഞുകൂടാ. മാസം അറിഞ്ഞുകൂടാ. ശരിയാണോടെ? മാസം അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ? മാസം അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. സോ ആദ്യം അറിയേണ്ട കാര്യം എന്താ ഇത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്താ? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് ഇത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം? ആദ്യം അറിയേണ്ട കാര്യം ഇതാണ്. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം ഇത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? എന്താണ് ഇത്? എന്തായിരിക്കും? എന്തായിരിക്കും? ആരും കമന്റ് ചെയ്ത്? ആരും കമന്റ് ചെയ്ത്? സംഭവം എന്താ? ഈ വാക്കെന്താ? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് ചെയ്ത വർഷം അറിയാം, 1952 എന്നറിയാം. അത് എന്തിനു വേണ്ടിയുള്ളതാണ്? ദ കമ്മ്യൂണിറ്റി ദ ഡെവലപ്മെന്റ് പേരിൽ തന്നെയുണ്ട്. ആ ഒരു പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഇസ് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ആരുടെ? ദ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള അല്ലെ? ചോദ്യം വരും, ദ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതാണ്. മറക്കരുത്. എല്ലാവർക്കും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നറിയാം. പക്ഷെ അത് ഏരിയ ആർക്കാണ്? ദ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. വർഷം 1952 കൊണ്ടുവന്നത്. ഇൻ ദ റൂറൽ സോഷ്യൽ ആയാലും എക്കണോമിക് ആയാലും അതിന്റെ എൻവയോൺമെന്റ് ആയാലും അതിന്റെ കൾച്ചർ ആയാലും അതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 1952 കൊണ്ടുവന്ന പ്രോഗ്രാമാണ് എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദ വർഷം, ദ മാസം ചോദിക്കും. ഇനി പറഞ്ഞേ, ഇതിന്റെ ദ മാസം ഏതായിരിക്കും? മാസം ഏതായിരിക്കും? ഇനി മാസം ഏതായിരിക്കും? മാസം പറഞ്ഞേ. ഒക്ടോബർ മാസമാണോ? ഒക്ടോബർ മാസമാണോ? ഒക്ടോബർ മാസമാണോ? ആലോചിച്ച് പറയുക. പിന്നെ മാസം ഏതാ? ഒക്ടോബർ മാസം 1952 അല്ലേ? ഒക്ടോബർ മാസം 1952 ദ കമ്മ്യൂണിറ്റി ദ ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആർക്ക് വേണ്ടിയാ? ദ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി. ദ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് 1952 ഒക്ടോബർ മാസം എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നത്. മറക്കോ? ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ഒക്ടോബർ മാസം എന്ന് മനസ്സിലായി, 1952 എന്നും മനസ്സിലായി. ഇനി അറിയേണ്ടത് ദ ഡേറ്റ് എന്നാ? ആർക്ക് പറയാം? ദ 2 ഒക്ടോബറിന്റെ പ്രത്യേകത എന്താ? ആർക്ക് പറയാം? 2 ഒക്ടോബറിന്റെ പ്രത്യേകത എന്താ? എന്ത് പ്രത്യേകത? എന്ത് പ്രത്യേകത? ഗാന്ധി ജയന്തിയാണോ? ഗാന്ധി ജയന്തിയാണോ? ഗാന്ധി ജയന്തി അല്ലെ? ഗാന്ധി ജയന്തി. ദ 2 ഒക്ടോബറിലാണ് ആദ്യമായിട്ട് ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട്. ഇനി മറക്കോ? ചോദിക്കും. ദ 2 ഒക്ടോബർ 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഒരിക്കലും മറക്കരുത്. ചോദ്യം റിപ്പീറ്റ് ചോദിക്കും. ഇനി ഇവിടെ നിന്ന് ഒരു ചോദ്യം കൂടെ വരും. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത മാസവും വർഷവും ആണ്, ഡേറ്റും മനസ്സിലായി. അത് എന്തിനു വേണ്ടി ഉള്ളതെന്നും മനസ്സിലായി. ഇനി ചോദിക്കും, ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏത് 5 ഇയർ പ്ലാനിലാണ്? ചോദ്യം അവിടെ നിന്ന് വരും. അത് ഏത് 5 ഇയർ പ്ലാനിലാണ്? 5 ഇയർ പ്ലാൻ ഏതാ? ഏത് പ്ലാൻ ആയിരിക്കും? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? ഇനിയോ ആൻസർ പറയും. അത് ഏതിലാ? പറയട്ടെ, എല്ലാരും പറയട്ടെ. പറഞ്ഞു അത് പറഞ്ഞില്ലല്ലോ. അത് ഏതായിരിക്കും? ആലോചിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്ന വർഷം ഏതാ? അപ്പൊ അറിയേണ്ട കാര്യം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്ന വർഷം ഏതാ? അതറിയുമ്പോ അത് പറയണം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്ന വർഷം ഏതാ? 1951 തൊട്ട്
56 വരെ അല്ലേ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. 51 തൊട്ട് 56 വരെയാണ്. ഇനി സെക്കൻഡ് എപ്പോഴാ? സെക്കൻഡ് എപ്പോഴാ? 56 തൊട്ട് 61 അല്ലേ? സെക്കൻഡ് എപ്പോഴാ? 56 തൊട്ട് 61. അടുത്ത എപ്പോഴാ? തേർഡ് എപ്പോഴാ? തേർഡ് എപ്പോഴാ? ഇനി ഇങ്ങനെ കൂട്ടി പറയുക. 61 തൊട്ട് 66 വരെ അല്ലേ? അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് 5 ഇയർ പ്ലാൻ വരെ പറഞ്ഞു. ഇതിൽ ഏതായിരിക്കും? ഇതിൽ ഏത് 5 ഇയർ പ്ലാനിലാണ് ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്? 1952 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിലെ 52 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. മറക്കരുത്. ചോദിച്ചെഴുതോടെ, ചോദിച്ചെഴുതോ, എഴുതും. സോ അറിയേണ്ട കാര്യം ഇത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയയുടെ, ഇറ്റ്സ് ഓവറോൾ ദ ഡെവലപ്മെന്റ് ഓഫ് ദ റൂറൽ ഏരിയയുടെ ദ ടോട്ടൽ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് എപ്പോഴും ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 കൊണ്ടുവന്നത്. വർഷം, ദ മാസം ആൻഡ് ദ ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? പറയണോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? വർഷവും മാസവും ഡേറ്റ് ഓർമ്മയുണ്ടോ? കമന്റ് യുവർ ആൻസേഴ്സ്. 5 ക്വസ്റ്റ്യൻ പഠിച്ചാലും അതുമായി ബന്ധപ്പെട്ട് എല്ലാം പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ക്ലിയർ ആയി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. നടക്കുന്നു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. കാണുന്നുണ്ടോ ഞാൻ പറഞ്ഞത് കാര്യം? അടുത്ത ക്വസ്റ്റ്യൻ, when was the first 5 year plan started? എപ്പോഴാണ് ഫസ്റ്റ് 5 year plan ഇംപ്ലിമെന്റ്? എപ്പോഴാ? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴാണ്? എപ്പോഴാ? ഈ ഒരു ഓപ്ഷനിൽ 51 കാണുന്നുണ്ടോ? ഈ ഒരു ഓപ്ഷനിൽ 51 എന്ത് എഴുതും? ഈ ഒരു ഓപ്ഷനിൽ 51 ഇല്ലെങ്കിൽ എന്തെഴുതും? 52 എഴുതുമല്ലോ. ഓപ്ഷൻ ഇത് കേരള പി സി ക്വസ്റ്റ്യൻസ് ആണ്. കേരള പി സി ക്വസ്റ്റ്യൻ അന്ന് ഇത് അമ്പലത്തിൽ കണ്ടില്ല. 52 എഴുതൂല്ലേ? 52 എഴുതും. അതും കിട്ടിക്കഴിഞ്ഞു. സോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോണ്ടേ ഈ പറഞ്ഞ 5 ഇയർ പ്ലാൻ അറിയാം? നിങ്ങൾക്ക് അറിയില്ല? എല്ലാവർക്കും 5 ഇയർ പ്ലാനിങ് അറിയാമോ? എല്ലാവരും 5 ഇയർ പ്ലാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ചുമ്മാ പറഞ്ഞുതരാം, ജസ്റ്റ് പറഞ്ഞുതരാം. എല്ലാവർക്കും ഇത് 5 ഇയർ പ്ലാനെ കുറിച്ച് അറിയാമോ? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കേട്ടിട്ടുണ്ട്, അറിയാം. പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത്, കോളേജിൽ പഠിച്ച സമയത്ത് ഫസ്റ്റ് കേട്ടിട്ടുണ്ട്. എപ്പോഴും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ സമയത്തുള്ള സ്റ്റാൻഡേർഡ് ലിവിങ് എങ്ങനെയായിരുന്നു? ഇത് വളരെ ലോ ആയിരുന്നില്ലേ? ഫസ്റ്റ് സമയത്ത് 1952 സമയത്ത് വളരെ ലോ ആയിരുന്നില്ലേ? അത് കൂട്ടണം, ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടണം. അത് ഒന്നാമത്തെ കാര്യമായിരുന്നു. ആൻഡ് രണ്ടാമത്തെ കാര്യം, ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുത്തിരുന്നു? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സമയത്ത് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഫസ്റ്റ് 5 ഇയർ സമയത്ത് കളഞ്ഞിരുന്നു. അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയും ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് എനർജിയും ആൻഡ് ഇറിഗേഷനും വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തു. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തു. സോഷ്യൽ സർവീസിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് ട്രാൻസ്പോർട്ട്, ക്ലിയർ ആയല്ലോ? ഇതെല്ലാം കൊടുത്തിരുന്നു, ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. 1951 തൊട്ട് 55 വരെ ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ നേരെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ അതിനെല്ലാം എന്ത് ചെയ്തു? ആ സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത ഇത് 5 ഇയർ പ്ലാൻ ചോദിച്ച എന്തെഴുതും? ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത 5 ഇയർ പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അല്ലേ? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അല്ലേ? യെസ്, കിട്ടിയ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടിയ എല്ലാവർക്കും? സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടി. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും? ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ വായിച്ച്. ഇതൊന്നും കാണാത്ത പേരുകളാണ്. കമ്മിറ്റിയിൽ ക്വസ്റ്റ്യൻ, കമ്മിറ്റീസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. The name of the committee which was formed in 1957 to examine the working of the community development program in India. ഇന്ത്യയിൽ the community development program അത് എന്താണ് എക്സാമിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഇത് കമ്മിറ്റിയുടെ പേരെന്താണ്? 1957 കൊണ്ടുവന്ന കമ്മിറ്റിയുടെ പേരെന്താണ്? അറിയാമോ? അറിയാമോ? എനിവൺ അറിയാമോ?
ഈ ചോദ്യം എവിടെ തന്നിരിക്കുന്നത്? ഇത് കമ്മ്യൂണിറ്റി അല്ലേ? ഈ ഒരു ചോദ്യം വന്ന സ്ഥലത്ത് ഇത് കമ്മ്യൂണിറ്റി അല്ലേ? ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇത്ര വർഷമായിട്ട് പഠിക്കുന്ന ഇത് കമ്മിറ്റീസ് ഏതൊക്കെയാ? സാർ, ഞാൻ ബോർഡ് കമ്മിറ്റി പഠിക്കാറുണ്ട്, ആൻഡ് മുതലിയാർ പഠിക്കാറുണ്ട്, ഛത്ത കമ്മിറ്റി പഠിക്കാറുണ്ട്, ആൻഡ് മുഖർജി കമ്മിറ്റി പഠിക്കാറുണ്ട്. ഇതൊക്കെ മാത്രമേ പഠിച്ചു, ശരിയല്ലേ? അല്ലെ സാർ, ഞാൻ ഇതുവരെയായിട്ട് ബോർഡ് കമ്മിറ്റി പഠിച്ചിട്ടുണ്ട്, മുതലിയാർ പഠിച്ചിട്ടുണ്ട്, ആൻഡ് ഛത്ത കമ്മിറ്റി പഠിച്ചിട്ടുണ്ട്, ആൻഡ് മുഖർജി കമ്മിറ്റി പഠിച്ചിട്ടുണ്ട്, ആൻഡ് കർത്താർ സിംഗ് കമ്മിറ്റിയും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ആ കംപ്ലീറ്റ് ഓപ്ഷനിലെ പേര് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും എവിടെ കേട്ടിട്ടുണ്ടോ? ദ ബൽവന്ത് റായ് ദ മെഹ്ത്ത കമ്മിറ്റി, and the Narasimhan committee, and the Sri Krishna committee, and the Ashok Mehta committee. ചോദ്യം വന്നാൽ അവിടെ കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്ക് 4 ഓപ്ഷനെ പറ്റിയും അറിഞ്ഞുകൂടാ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ 4 ഓപ്ഷനെ പറ്റിയും അറിഞ്ഞുകൂടാ. ഇനിയും ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ 4 ഓപ്ഷനെ പറ്റിയും എനിക്ക് അറിയില്ല. സാർ, ഞാൻ ഇതിൽ കണ്ടിട്ടുള്ള കമ്മിറ്റീസ് എല്ലാം ബോർഡ് കമ്മിറ്റിയും ആൻഡ് ഛദ്ദ ആൻഡ് മുതലിയാർ, കർത്താർ, അങ്ങനത്തെ കമ്മിറ്റീസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇത് കേട്ടിട്ടില്ല. സോ അറിയണം. ഫസ്റ്റ് ഓപ്ഷനായ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ 1957 വന്നതാണ്. ഞാൻ ഇനി എല്ലാം പറഞ്ഞു തരാം, കേട്ടിരുന്നോളം. ഫസ്റ്റ് വന്ന ഏതാ? 1957 വന്നൊരു കമ്മിറ്റിയാണ് ഇത് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുന്നു. എല്ലാവരും ദ 3 ടയർ സിസ്റ്റം കേട്ടിട്ടുണ്ടോ? ഇൻ ദ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ, ദ 3 ടയർ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? പറയണം, എല്ലാവരും പറയണം. എല്ലാവരും എന്താണ് ഇൻ ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്ത്, അറ്റ് ദ വില്ലേജ് ലെവൽ, ആൻഡ് പഞ്ചായത്ത് സമിതി എവിടെയാണ്? ആൻഡ് പഞ്ചായത്ത് സമിതി എവിടെ? അതെവിടെ? അറ്റ് ദ ബ്ലോക്ക് ലെവൽ അല്ലേ? അറ്റ് ദ ബ്ലോക്ക് ലെവലില്ലേ? അല്ലേ? അറ്റ് ദ ബ്ലോക്ക് ലെവലല്ലേ പഞ്ചായത്ത് സമിതി? ആൻഡ് ശിലാ പരിഷത്ത് എവിടെയാ? ശിലാ പരിഷത്ത് എവിടെ? എവിടെ? അത് ഡിസ്ട്രിക്ട് ലെവലാണോ? അത് ഡിസ്ട്രിക്ട് ലെവലിലേ ചോദ്യം വരും. ഇതൊക്കെ നിങ്ങൾ കണ്ട ചോദ്യങ്ങളല്ലേ? ഇതെല്ലാം നിങ്ങൾ കണ്ട ചോദ്യങ്ങളാണ്. ചോദിക്കും ഈ പറഞ്ഞ ഗ്രാമസഭ എവിടെയാ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രാമ പഞ്ചായത്ത് എവിടെയാ? പഞ്ചായത്ത് എവിടെയാ? ഇത് ഗ്രാമപഞ്ചായത്ത് എവിടെ വരും? അത് വില്ലേജിലല്ലേ? ഇത് ഗ്രാമപഞ്ചായത്ത് എവിടെയാടേ? പഞ്ചായത്ത് എവിടെയാ? വില്ലേജ് ലെവലാണ്. വില്ലേജ് ലെവൽ. ആൻഡ് പഞ്ചായത്ത് സമിതി എവിടെയാ? ആൻഡ് പഞ്ചായത്ത് സമിതി എവിടെയാ? സമിതി at the block level. ആൻഡ് the ശിലാ പരിഷത്ത് എവിടെയാ? At the district level. And the ശിലാ പരിഷത്ത് എവിടെയാ? At the district level ആണ്. അപ്പോൾ the Balwant Rao Mehta committee was formed in 1957 വന്ന കമ്മിറ്റിയാണ്. പ്രധാനമായിട്ടും ഈ ഒരു കമ്മിറ്റി എന്ത് കൊണ്ടുവന്നു? The 3 ടയർ സിസ്റ്റം കൊണ്ടുവന്ന കമ്മിറ്റിയുടെ പേരെന്താ? നിങ്ങൾ എല്ലാവരും ഇത്രയും വർഷം പഠിച്ചപ്പോൾ ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ദ 3 ടയർ സിസ്റ്റം ആക്കിയിട്ടുണ്ടല്ലോ. ഉണ്ടോടെ? എല്ലാവരും ഇത്രയും വർഷം പഠിച്ച സമയത്ത് ദ 3 ടയർ സിസ്റ്റം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? ഇത്രയും വർഷം പഠിച്ചപ്പോൾ ഇതുവരെ ഇത്രയും വർഷമായിട്ടും ദ 3 ടയർ സിസ്റ്റം പേര് കേട്ടിട്ടുണ്ട്. ഉണ്ട്. പക്ഷേ ആ സമിതിയുടെ പേര് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ കമ്മിറ്റിയുടെ പേര് അറിഞ്ഞൂടാ, ശരിയല്ലേ? ആ ഒരു കമ്മിറ്റിയുടെ പേര് അറിഞ്ഞുകൂടാ. ശരിയല്ലേ? അറിഞ്ഞൂടാ, ശരിയല്ലേ? ഇനി ഓർമ്മിക്കുക, ദ 3 ടയർ സിസ്റ്റം കൊണ്ടുവരാൻ 1957 കൊണ്ടുവരാൻ വേണ്ടി വന്ന ദ കമ്മിറ്റിയുടെ പേര് ചോദിച്ചാൽ ദ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. എന്ത് പേരാണ്? പേര് വായിച്ചേ, ഇപ്പൊ തന്നെ പഠിച്ചേ. പേര് പഠിച്ചേ.
ഇത് ബൽവൻ റായ് മെഹ്ത്ത കമ്മിറ്റി. മറക്കരുത്, ചോദ്യം വരും. 1957 ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റിയുടെ പേര് ചോദിച്ചാൽ ദ ബൽവൻ റായ് മെഹ്ത്ത കമ്മിറ്റി. അത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിറ്റി ഇനി പഠിക്കാൻ പോകുന്ന കാര്യമല്ലേ, the 3-tier system in the Panchayat Raj system, at the village level and the block level and the district level, in the 3-tier system കൊണ്ടുവന്ന കമ്മിറ്റിയുടെ പേര് ചോദിച്ചാൽ ഇത് ബൽവൻ റായ് മെഹ്ത്ത കമ്മിറ്റി. ക്ലിയർ? കിട്ടി എല്ലാരും കിട്ടണം. ഞാൻ തിയറിക്കുമ്പോ ഇതൊക്കെ പറയുന്ന കാര്യം മനസ്സിലായോ? നിങ്ങൾ പിന്നെ മനസ്സിലാക്കോളൂ, പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലാവും. എന്താ തിയറിക്കുമ്പോ ഇതൊക്കെ പഠിപ്പിക്കുന്ന കാര്യം അപ്പോഴും മനസ്സിലാവും. കാര്യം എനിക്കറിയാം. തിയറിക്ക് പഠിപ്പിക്കുമ്പോ, കാരണം അപ്പോഴും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ സമയം കിട്ടത്തില്ല. ആ സമയത്ത് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനുള്ള സമയം കിട്ടത്തില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കാമല്ലോ. ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യം വരാം എന്ന് പ്രതീക്ഷിക്കാമല്ലോ. സോ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം പറഞ്ഞു തരട്ടെ. ഇത്രയും പറഞ്ഞ് ഇനി പറയണ്ടേ. സോ പഞ്ചായത്ത് രാജിൽ ഇത് വില്ലേജ് ലെവൽ ആരാ ഉണ്ട്? അറ്റ് ദ വില്ലേജ് ലെവൽ ആരാ? പറഞ്ഞ കാര്യമാണ്. അറ്റ് ദ വില്ലേജ് ലെവൽ ആരാ? പഞ്ചായത്ത് ഉണ്ടല്ലേ? പഞ്ചായത്ത് മാത്രമാണോ അത് പഞ്ചായത്ത് സമിതിയാണോ? എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാവർക്കും മിസ്റ്റേക്ക് ആയി പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. അത് വില്ലേജിൽ പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. ആൻഡ് ബ്ലോക്ക് ലെവലാണെങ്കിലോ? ആരുണ്ട്? പഞ്ചായത്ത് സമിതി. മാറിപ്പോരുത്. അറ്റ് ദ ബ്ലോക്ക് ലെവൽ പഞ്ചായത്ത് സമിതി കൂടെ ഉണ്ട്. ആൻഡ് ദ ഡിസ്ട്രിക്ട് ലെവൽ ആരുണ്ട്? ശിലാ പരിഷത്ത്. ശിലാ പരിഷത്ത് എന്ന വാക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? ആരായിരിക്കും പറഞ്ഞത്? ശിലാ പരിഷത്ത് ആരായിരിക്കും? ഇത് കളക്ടർ അല്ലേ? ശിലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ ഹെഡഡ് ബൈ ആരാ? കളക്ടറാണ്. ഇത്രയും പറഞ്ഞു. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട് വീണ്ടും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അറ്റ് ദ വില്ലേജ് ലെവൽ ഈ പഞ്ചായത്തിൽ ടോട്ടൽ എത്ര മെമ്പർ ഉണ്ട്? അറ്റ് ദ വില്ലേജ് ലെവൽ പഞ്ചായത്തിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും? ഒരു 15-30 മെമ്പർ. 15 ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. 15-30 മെമ്പർ ഉണ്ട്. ഇനി ഇതേ പഞ്ചായത്തിന്റെ പോപ്പുലേഷൻ കവറേജ് എത്രയാ? പഞ്ചായത്തിന്റെ പോപ്പുലേഷൻ കവറേജ് എത്രയാ? 5000 മുതൽ 15000. ചോദ്യം ഇതും കേരള PC പ്രീവിയസ് ചോദ്യമാണ്. അത് വില്ലേജ് ലെവൽ പഞ്ചായത്തിലുള്ള എന്താണ് ഈ പറഞ്ഞ ടോട്ടൽ മെമ്പർ അഡ്മിനിസ്ട്രേഷൻ മെമ്പേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലുള്ള മെമ്പേഴ്സ് ചോദിക്കുകയാണെങ്കിൽ 15 തൊട്ട് 30. 15 തൊട്ട് 30 എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അഡ്മിനിസ്ട്രേഷൻ മെമ്പേഴ്സ് ചോദിച്ചാൽ 15 തൊട്ട് 30 പേർ മാത്രം. ഈ ടോട്ടൽ പോപ്പുലേഷൻ ചോദിച്ചാൽ 5000 മുതൽ 15000 എന്താണ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ പഞ്ചായത്ത് അല്ലേ? അല്ലേ? യെസ്. ഇത്രയും ക്ലിയർ. അവിടെ വില്ലേജ് കണ്ടോ? മനസ്സിലായോ? വില്ലേജ് മനസ്സിലായോ? എവിടെ ഇരിക്കുന്നു? ഓർമ്മ ഒന്നും എഴുതണ്ട, കേട്ടിരുന്നു. ആൻഡ് ബ്ലോക്കിൽ ആരൊക്കെ ഉണ്ട്? ആൻഡ് ബ്ലോക്കിൽ ആരാ ഉള്ളത്? ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. ശിലാ പരിഷത്താണോ? പഞ്ചായത്ത് സമിതിയാണോ? ഓരോ പഞ്ചായത്താണോ? പറയണേ. അത് ബ്ലോക്കിൽ ആരുണ്ട്? പഞ്ചായത്ത് സമിതി അല്ലേ? പഞ്ചായത്ത് സമിതി അല്ലേ? അതേ ബ്ലോക്കിൽ ഇരുന്ന ഹെഡ് ആരാ?
അതേ ബ്ലോക്കിൽ ഹെഡ് ആരായിരിക്കും? എല്ലാവരും ഇറ്റ് ഇസ് ദ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഇട്ടുണ്ടോ? എല്ലാവരും ദ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അയാളാണ് ഹെഡ് അല്ലേ? അയാളാണ് ഹെഡ് എന്ന് പറയുന്നത്. ഇനി അറിയേണ്ട കാര്യം ഇറ്റ് ഇസ് ദ ബ്ലോക്കിൽ ടോട്ടൽ എത്ര വില്ലേജ് ഉണ്ട്? ടോട്ടൽ എത്ര വില്ലേജ് ഉണ്ടായിരിക്കും? അറ്റ് ദ ബ്ലോക്കിൽ ടോട്ടൽ എത്ര? കേരള പ്രീവിയസ് ചോദ്യം. ടോട്ടൽ 100 വില്ലേജ് ചേർന്നതാണ്. ടോട്ടൽ 100 വില്ലേജ് ചേർന്നതാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. മറക്കോ? ടോട്ടൽ 100 വില്ലേജുകൾ ചേർന്നതാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. എത്ര വില്ലേജാ? 100 വില്ലേജുകൾ ചേരുന്നതാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഏകദേശം പോപ്പുലേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 80,000 തൊട്ട് എത്രയുടെ 1.2 lakh, അല്ലെങ്കിൽ 80,000 തൊട്ട് 1.2 lakh ആണ് പോപ്പുലേഷൻ. ഈ ഒരു ചോദ്യം ആരെങ്കിലും എവിടെയും കണ്ടിട്ടുണ്ടോ? 80,000 തൊട്ട് 1.2 ലക്ഷം എന്ന ചോദ്യം കേരള PSC സ്റ്റാഫ് നേഴ്സ് എക്സാമിന് പ്രീവിയസ് ചോദിച്ച ചോദ്യമല്ലേ? കേരള PSC സ്റ്റാഫ് നേഴ്സിന് ഈ ഒരു ചോദ്യം 80,000 തൊട്ട് 1.2 ലക്ഷം എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നാണെങ്കിൽ ഉണ്ടോ? ഇനി കൺഫ്യൂഷൻ ആകാൻ പാടില്ല. അറ്റ് ദ ബ്ലോക്ക് ലെവലിലെ പോപ്പുലേഷൻ ചോദിച്ചാൽ 80,000 തൊട്ട് 1.2 ലക്ഷം അല്ലേ? 80,000 തൊട്ട് 1.2 ലക്ഷം വരുന്ന എവിടെയാ? അറ്റ് ദ ബ്ലോക്ക് ലെവലിലാണ്. ഇനി ഒരു 3,000 തൊട്ട് ഒരു 15,000 എവിടെ വരും? അല്ലെങ്കിൽ ഒരു 5,000 തൊട്ട് 15,000 എവിടെ വരും? ഒരു 5,000 തൊട്ട് 15,000 എവിടെ വരും? വില്ലേജ്. ഇനി അടുത്ത കാര്യം, അത് ഡിസ്ട്രിക്ട് ലെവൽ ആരുണ്ട്? അടുത്ത ഡിസ്ട്രിക്ട് ലെവൽ ആരുണ്ട്? ദ ജില്ലാ പരിഷത്ത് ആരുള്ള അടുത്ത ഡിസ്ട്രിക്ട് ലെവൽ ആണെന്ന കാര്യം കൂടെ ഓർമ്മിക്കോ? ഇറ്റ്സ് ക്ലിയർ ഫോർ ക്വസ്റ്റ്യൻ? ക്ലിയർ ആയ? കുറെ കാര്യം പറഞ്ഞു ക്വസ്റ്റിനെ പറ്റി. ക്ലിയർ ആയോടെ? എവിടെ? ക്ലിയർ ആയി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുന്ന മുമ്പേ കാര്യം കഴിഞ്ഞില്ല. പഠിക്കുന്നുണ്ടോ എല്ലാവരും? പഠിക്കുന്നുണ്ടോ? എവിടെ പഠിക്കുന്നുണ്ട്? ഇതേ ക്വസ്റ്റ്യനിലെ നരസിംഹ കമ്മിറ്റി കേട്ടിട്ടുണ്ടോ? ഇതേ ക്വസ്റ്റ്യൻ ആരെങ്കിലും എവിടെയെങ്കിലും നരസിംഹം കമ്മിറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സംഭവം എന്താ? ആരാണ് നരസിംഹം എന്ന് പറഞ്ഞ ആരാ? നരസിംഹം എന്ന പേര് എവിടെ കേട്ടിട്ടുണ്ട്? ആരാ അദ്ദേഹം? എവിടെയെങ്കിലും ഇത് ഗവർണറാണോ? ആണല്ലേ? നമ്മുടെ ഇന്ത്യയുടെ 13th ഗവർണർ ആണ്. ഇന്ത്യയുടെ 13ാമത്തെ ഗവർണറാണ് നരസിംഹം എന്ന് പറയുന്നത്. അദ്ദേഹം ഇത് കൊണ്ടുവരാൻ ഈ കമ്മിറ്റി എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പേയ്മെന്റ് ക്രൈസിസ് ഇല്ലേ, ആ ഒരു കാലത്ത് എന്താണ് പൈസയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സംഭവമാണ്. ചോദിക്കുകയാണെങ്കിൽ ദ പേയ്മെന്റ് ക്രൈസിസിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, പേയ്മെന്റ് ക്രൈസിസിന്റെ ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നരസിംഹം കമ്മിറ്റി മറക്കൽ ചോദിക്കും. ചോദിച്ചെഴുതോ? ഇത് ചോദിച്ചിട്ടുള്ളത് കേരള PSCക്ക് അല്ല, ഇത് എയിംസിൽ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. RBIയുടെ ഫസ്റ്റ് ഗവർണർ ആരാ? RBIയുടെ ഫസ്റ്റ് ഗവർണർ ആരാണ്? ഫസ്റ്റ് ആണോ? അത് 9ാമത്തെ ആണോ? അത് 12 ആണോ? 13 ആണോ? പറയണം. ഫസ്റ്റ് ആണോ? അത് 9ാമത്തെ ആണോ? അത് 10 ആണോ? 13 ആണോ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 13 അല്ലേ? RBIയുടെ 13ാമത്തെ ഗവർണറാണ്. RBIയുടെ 13 സ്റ്റാഫ് നേഴ്സിൽ ചോദിക്കത്തില്ല. ഇന്ന് കേരള PSC എക്സാമിന് ഈ ഒരു കാര്യം ചോദിക്കത്തില്ല. പക്ഷെ നിങ്ങൾ പല ആൾക്കാരും ഇന്ന് എയിംസ് എഴുതാൻ പോകുന്നുണ്ട്, അന്ത് ജിഗ്മർ എഴുതാൻ പോകുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്, എഴുതാൻ പോകുന്നുണ്ട്. സോ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ.
ക്ലിയർ ആയി? ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കമ്മിറ്റീസ് ഏതൊക്കെയാ? നിങ്ങൾക്ക് അറിയാവുന്ന കമ്മിറ്റീസ് ഏതൊക്കെയാ? പണ്ട് തൊട്ടേ പഠിക്കുന്ന പേരാണ്. മുതലിയാർ കമ്മിറ്റിയാണോ, ശ്രദ്ധ കമ്മിറ്റിയാണോ, ബോർ കമ്മിറ്റിയാണോ, എവിടെയാണ് പറയാ എങ്കിൽ ഇപ്പൊ അതിനെ പഠിക്കാം. പറഞ്ഞ കമ്മിറ്റി എല്ലാം പഠിക്കാം. 1946 വന്ന കമ്മിറ്റി ഏതാ? 46 വന്ന കമ്മിറ്റിയുടെ പേര് പറഞ്ഞ്. ഇത് ബോർ കമ്മിറ്റി അല്ലേ? 46 വന്ന കമ്മിറ്റി ഏതാ? ഇസ് ദ ബോർ കമ്മിറ്റി. ആൻഡ് 62 വന്ന കമ്മിറ്റി ഏതാ? 62 ആരാ? ഇത് മുതലിയാറല്ലേ? 62 ആണോ? 62 ഇത് മുതലിയാറല്ലേ? മുതലിയാറാണോ? 62 ആലോചിച്ച് പറയുക. 62 വന്ന കമ്മിറ്റിയുടെ പേര് എല്ലാവരും പറയണം. 62 കമ്മിറ്റി പേര് ഇത് മുതലിയാർ. എല്ലാവരും പറഞ്ഞു ആൻസർ. നിങ്ങൾ എല്ലാവരും കുറെ ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്. ചെറുതായി പറയണം, സമയം തരാം. ഇത് മുതലിയാറല്ലേ? ഈ രണ്ട് പേര് പറഞ്ഞു. ഇതിൽ ഏറ്റവും ഫസ്റ്റ് വന്ന ആളുടെ പേരെന്താ? ഫസ്റ്റ് വന്ന കമ്മിറ്റി, ഏറ്റവും ആദ്യം വന്നത് ഇത് ബോർ കമ്മിറ്റി അല്ലേ? അതിനു വേണ്ടി വന്ന കമ്മിറ്റിയാ? അത് എന്തിനു വേണ്ടി വന്ന കമ്മിറ്റി? ബോർ കമ്മിറ്റി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത അതിനു വേണ്ടിയാ? സർ ജോസഫ് ബോറിനെ എന്തിനു വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ? എന്തിനു വേണ്ടിയാ? ആർക്ക് പറയാം? എനിവൺ? ദ ഹെൽത്ത് സർവേ ആൻഡ് ദ ചോദ്യം ഉണ്ടായിരിക്കും. 1946 വന്ന ദ ബോർ കമ്മിറ്റി അത് എന്തിനു വേണ്ടിയുള്ളതാ? ചോദ്യം വരും. ദ ഹെൽത്ത് സർവേ ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി ആണോ? ദ ഹെൽത്ത് സർവേ ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി ആണോ? ദ ഹെൽത്ത് സർവേ ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി ആരാ? ബോർ കമ്മിറ്റി. 46 ചോദിക്കും. 46 ദ ബോർ കമ്മിറ്റി അത് എന്തിനു വേണ്ടിയുള്ളതാ? ഹെൽത്ത് സർവേയും ആൻഡ് ഇതിനു വേണ്ടിയാ? ദ ഡെവലപ്മെന്റ്. രണ്ട് വാക്ക് മറക്കരുത്. ചോദ്യം എപ്പോഴും ചോദിക്കുന്നത് ഹെൽത്ത് സർവേക്കും വേണ്ടി ആൻഡ് ദ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റിയുടെ പേര് ഇപ്പൊ പഠിച്ചേ. ദ ഹെൽത്ത് സർവേക്കും ആൻഡ് ദ ഡെവലപ്മെന്റിന് വേണ്ടി വന്ന കമ്മിറ്റിയുടെ പേര് ഏത് പേരാ? പറയണം. ദ ബോർ കമ്മിറ്റി അല്ലേ? എല്ലാവരും ചോദ്യം കണ്ടു. 46 കണ്ടു. ചോദ്യം ഇങ്ങനെ കൂടെ ചോദിക്കുന്നു. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് വർഷം ചോദിച്ചാൽ എന്തെഴുതും? ഇതേ കമ്മിറ്റി ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് വർഷം ചോദിച്ചാൽ എന്തെഴുതും? 43 അല്ലേ? 1943 അപ്പോയിന്റ്മെന്റ് ചെയ്തു. മറക്കരുത്. ചോദ്യം അങ്ങനെയും ചോദിക്കാം. 43 അപ്പോയിന്റ്മെന്റ് ചെയ്തു. 46 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദ ബോർ കമ്മിറ്റി പ്രധാനമായിട്ട് ഉള്ളത് ദ ഹെൽത്ത് സർവേയും ആൻഡ് ദ ഡെവലപ്മെന്റിന് വേണ്ടി. ഇത്രയും ക്വസ്റ്റ്യൻ കിട്ടിയോ? എല്ലാവരും കിട്ടിയോ എല്ലാവരും? ഇന്ന് രാവിലെ ഇട്ട് തന്നത് ക്വസ്റ്റ്യൻ പഠിച്ചോ എല്ലാവരും? ഇന്ന് രാവിലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇട്ട് തന്നു. ഞാൻ നിങ്ങളാരെ എന്താണ്, കാരണം എപ്പോഴും ഇന്ന് ലൈവ് വിളിക്കാൻ പറ്റത്തില്ല. ശരി, നിങ്ങൾ എപ്പോഴും പറഞ്ഞ ഇന്ന സമയത്ത് വാ എന്ന് പറയാനെക്കാട്ടിൽ ഞാൻ തന്നെ എന്ത് ചെയ്തു? സ്പോട്ടിൽ തന്ന കാര്യമാണ്. എനിക്ക് തോന്നി അത് ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യണം തോന്നി, ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നു കേട്ടോ. അങ്ങനെയാണ്. ചില സമയം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ കാണാൻ ഞാൻ അപ്പോൾ തന്നെ ഇട്ട് തരും. നിങ്ങൾ എപ്പോഴും എല്ലാ സമയത്ത് വിളിക്കാൻ, ഇത് ലൈവിൽ വിളിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്ത്. അതുപോലെ ഇനി വേണോ? അതുപോലെ വേണോ? എപ്പോഴെങ്കിലും കഴിച്ചിരട്ടെ. പഠിക്കും എല്ലാവരും. പഠിക്കണം. സോ ആലോചിക്കുക. ദ ഹെൽത്ത് സർവേ ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി വന്ന വർഷം സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റെപ്പ് 43. ദ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 66 ആണോ 46 ആണോ? 46. സോ ദ ബോർഡ് കമ്മിറ്റി മനസ്സിലായി. ഇനി അറിയേണ്ടത് ഇതിൽ തന്നെ ഇസ് ദ മുതലേ കമ്മിറ്റി വന്ന വർഷം സ്റ്റാർട്ടിങ് അടുത്തത് ദ മുതലിയാർ കമ്മിറ്റി. ആയിരത്തി തൊള്ളായിരത്തി 62 അല്ലേ? 62 അല്ലേ?
അത് ഇതിനു വേണ്ടിയുള്ളതാ, അത് എന്തിനു വേണ്ടിയുള്ളതാ? അതും ഹെൽത്ത് സർവേ ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി ആണോ? ഹെൽത്ത് സർവേ ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി ആരാ? ഹെൽത്ത് സർവേയും ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി ആരും ചോദിച്ചു കഴിഞ്ഞാൽ ആരെഴുത? മുതലിയാറാണ്. 62 ചോദ്യം വന്നാൽ എഴുതണം. വർഷം 62. അതിന്റെ എന്താണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹെൽത്ത് സർവേ ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി. ഈ ചോദ്യം, ഈ 2 ചോദ്യങ്ങളും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നതല്ലേ? ദ ബോർഡ് കമ്മിറ്റിയും ആൻഡ് ദ മുതലിയാറും തെറ്റിപ്പോകാൻ കാരണം എന്താ? രണ്ടിലും ദ ഹെൽത്ത് സർവേ ഉണ്ട്, ശരിയല്ലേ? ആ രണ്ടിലും ഹെൽത്ത് സർവേ എന്നൊരു വാക്കുള്ളത് കൊണ്ട് രണ്ടും എപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. ഉണ്ടോ ഇവിടെ? അപ്പൊ ഇനി ഓർമ്മിക്കണം, ദ ഡെവലപ്മെന്റ് കമ്മിറ്റി ഏതാ? ഹെൽത്ത് സർവേക്കും ആൻഡ് ദ ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള കമ്മിറ്റി ഏതാ? ദ ബോർഡ് കമ്മിറ്റി. ദ ബോർഡ് കമ്മിറ്റി അല്ലേ? ആൻഡ് ഹെൽത്ത് സർവേയും ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി ഏതാ? ഹെൽത്ത് സർവേയും ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി ഏതാ? മുതലിയാർ കമ്മിറ്റി. യെസ്. ഇനി ഒരു കമ്മിറ്റി ഉണ്ടോ? ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ടോ? ചദ്ദ കമ്മിറ്റി എന്ന വർഷം ഏത് വർഷം? ഇത് ചദ്ദ കമ്മിറ്റിയുടെ വർഷം 1963 അല്ലെ? 63 അല്ലേ? 63 അല്ലേ? ചദ്ദ കമ്മിറ്റി എന്ന വർഷം 63. ഫംഗ്ഷൻ എന്താ? നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബേസിക് ഹെൽത്ത് വർക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറാ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദ ബേസിക് ഹെൽത്ത് വർക്കർ, ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. ദ ബേസിക് ഹെൽത്ത് വർക്കറിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മിറ്റിയുടെ പേര് ചോദിച്ചാൽ ദ ചദ്ദ കമ്മിറ്റി. വർഷം 63. ദ ബേസിക് ഹെൽത്ത് വർക്കർ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും വേണ്ടിയല്ല, ഏകദേശം 1000 പോപ്പുലേഷനിൽ ഒരൊറ്റ ബേസിക് ഹെൽത്ത് വർക്കർ. ഒരു 1000 പോപ്പുലേഷനാണ് ഒരു ബേസിക് ഹെൽത്ത് വർക്കർ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി രൂപീകരിച്ചു. വർഷം 63. കമ്മിറ്റിയുടെ പേര് എന്ത് പേരാണ്? എന്ത് പേര്? 63. ആരാണ് 63? 63 ആരാ? ചദ്ദ കമ്മിറ്റി. ഫംഗ്ഷൻ എന്താ? 1000 പോപ്പുലേഷനിൽ ഒരു ബേസിക് ഹെൽത്ത് വർക്കർ ഇൻട്രൊഡ്യൂസ് അല്ലേ? ഓരോ 1000 പോപ്പുലേഷനിൽ ഒരു ബേസിക് ഹെൽത്ത് വർക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കമ്മിറ്റി ചോദിച്ചാൽ ചദ്ദ കമ്മിറ്റി. ഇനി ഇങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യനെ, ഈ ബേസിക് ഹെൽത്ത് വർക്കറിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ആർക്കും അറിയാം? ദ ഫംഗ്ഷൻ ഓഫ് ദ ബേസിക് ഹെൽത്ത് വർക്കർ ആ ഒരു വർഷത്തിൽ, കാലഘട്ടത്തിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും? ആരെങ്കിലും എവിടെയെങ്കിലും ദ കളക്ഷൻ ഓഫ് ദ വൈറ്റൽ സ്റ്റാറ്റിക്സ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ കളക്ഷൻ ഓഫ് ദ വൈറ്റൽ സ്റ്റാറ്റിക്സ് എന്ത് സംഭവം? എന്താ സംഭവം? ദ ബർത്ത് ആൻഡ് ദ ഡെത്ത് രജിസ്ട്രേഷൻ ആണോ? ഇത് ബർത്ത് ആൻഡ് ഡെത്ത് ആണോ? സെൻസസ് ആണോ? ഡെത്തും ബർത്തും കളക്ട് ചെയ്യുക. ആ സെൻസസ് കളക്ട് ചെയ്ത ഫസ്റ്റ് ഫംഗ്ഷൻ എപ്പോഴും ഓർമ്മിക്കുക. അത് ബേസിക് ഹെൽത്ത് വർക്കർ ആ ഒരു കാലഘട്ടത്തിൽ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ ദ കളക്ഷൻ ഓഫ് ദ വൈറ്റൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ദ ബർത്തും ആൻഡ് ദ ഡെത്തും കളക്ട് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ അതായി. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? 1958 വന്ന ഒരു ടൈപ്പ് ഓഫ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം പറഞ്ഞ്. 58 വന്ന ഒരു ഇറാഡിക്കേഷൻ പ്രോഗ്രാം പറഞ്ഞ്. നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം അല്ലേ? നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമും ഒരു ഫംഗ്ഷനാണ്. സോ മറക്കരുത്, ദ ചദ്ദ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന ദ ബേസിക് ഹെൽത്ത് വർക്കറിന്റെ സെക്കൻഡ് ഫംഗ്ഷൻ ഏതാ? സെക്കൻഡ് ഫംഗ്ഷൻ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം. മറക്കരുത്, ദ സെക്കൻഡ് ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം സെക്കൻഡ് ഫംഗ്ഷൻ. ക്ലിയർ? ക്ലിയർ. ഇനി ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്, അത് മൂന്നാമത്തെ ഫംഗ്ഷൻ. ഫാമിലി പ്ലാനിങ് അല്ലേ?
മൂന്നാമത്തെ ഫംഗ്ഷൻ ഫാമിലി പ്ലാനിങ് ആണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ മറക്കരുത്. മൂന്നാമത്തെ ഫംഗ്ഷൻ ഓഫ് ദ ബേസിക് ഹെൽത്ത് വർക്കർ ചോദിക്കുകയാണെങ്കിൽ ഫാമിലി പ്ലാനിങ് ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ദ ചദ്ദ കമ്മിറ്റിയെ പറ്റി ഇത്രയും ക്ലിയർ ആയോ? ദ ചദ്ദ കമ്മിറ്റിയെ പറ്റി ഇത്രയും ക്ലിയർ ആയോ? ഫസ്റ്റ് കാര്യം എന്താ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബേസിക് ഹെൽത്ത് വർക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മിറ്റി ചോദിച്ചത് എന്തായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബേസിക് ഹെൽത്ത് വർക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ ദ ചദ്ദ കമ്മിറ്റി. ഇനി അത് വന്ന വർഷം 63. ഇനി ഒരു ബേസിക് ഹെൽത്ത് വർക്കർ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര പോപ്പുലേഷന് വേണ്ടിയാ? 1000 പോപ്പുലേഷന് വേണ്ടി. ദ ഫങ്ഷൻസ് ഓഫ് ദ ബേസിക് ഹെൽത്ത് വർക്കർ എന്തൊക്കെയാ? the collection of the vital statistics അല്ലെ, the birthും the and the deathും കളക്ട് ചെയ്യുക. ആൻഡ് അത് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? the national malaria eradication program അത് കണ്ടക്ട് ചെയ്യുക. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. ചോദ്യം വേറെയും വരും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫാമിലി പ്ലാനിങ് വന്ന വർഷം കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഫാമിലി പ്ലാനിങ് വർഷം വന്ന വർഷം 52 അല്ലേ? 52 ഫാമിലി പ്ലാനിങ് വന്ന വർഷം 1952 ഫാമിലി പ്ലാനിങ് വന്നു. അത് ക്ലിയർ ആയി. അടുത്ത മൂന്നാമത്തെ ചോദ്യം കേട്ടു. അടുത്ത ചോദ്യം, ദ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം വന്ന വർഷം 58. 1958 നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം വന്നു. 52 ഫാമിലി പ്ലാനിങ് വന്നു. ഇനി ദ ചദ്ദ കമ്മിറ്റി 63 വന്നു. സോ ദ ചദ്ദ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇവയെല്ലാം ഉള്ളത്. ഇസ് എ ക്ലിയർ? ഉണ്ടോ? നിങ്ങൾ ചോദ്യം വരുന്ന കാണുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ദ ചദ്ദ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഫാമിലി പ്ലാനിങ് പറഞ്ഞത്, ആൻഡ് ദ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം പറഞ്ഞു, ആൻഡ് ദ കളക്ഷൻ ഓഫ് ദ വൈറ്റൽ സ്റ്റാറ്റിക്സ് പറഞ്ഞു. ആദ്യമായിട്ട് ഒരു ബേസിക് ഹെൽത്ത് വർക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരെന്നും പറഞ്ഞു. ഇറ്റ്സ് എ ക്ലിയർ ഫോർ us? ക്ലിയർ? ഇത്രയും ക്ലിയർ ആയി? ഉപകാരപ്പെടും. എവിടെ ഉപകാരപ്പെടും? ഇനി 1965 എന്ന കമ്മിറ്റിയുടെ പേര് പറഞ്ഞേ. 65 കമ്മിറ്റിയുടെ പേര് പറഞ്ഞേ. 65 ആരും ഉണ്ടോ? 65 ആരെങ്കിലും ഉണ്ടോ? 65 ഉണ്ടോ? ഇത് മുഖർജി കമ്മിറ്റി എന്ന വർഷം ഏതാ? ഇത് മുഖർജി കമ്മിറ്റി എന്ന വർഷം 65 അല്ലെ? 1965 വന്ന കമ്മിറ്റിയുടെ പേരെന്താ? ഇത് മുഖർജി കമ്മിറ്റി എന്ന വർഷം ഏതാ? 65 അല്ലേ? 65 അല്ലേ? ഞാനിത് പറയാൻ കാരണമുണ്ട്. 65 വന്ന മുഖർജി കമ്മിറ്റി പറയാൻ കാരണമുണ്ട്. എന്തുകൊണ്ടാ ഞാനിപ്പോ പറയാൻ കാരണം? നമ്മൾ തൊട്ടു മുമ്പ് ചദ്ദ കമ്മിറ്റി പറഞ്ഞില്ലേ? നമ്മൾ തൊട്ടു മുമ്പേ ഒരു ചദ്ദ കമ്മിറ്റി പറഞ്ഞില്ലേ? അവിടുത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫംഗ്ഷൻ ഫാമിലി പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ ഫാമിലി പ്ലാനിങ്ങിനെ ദ ബേസിക് ഹെൽത്ത് വർക്കറിന്റെ ഫംഗ്ഷനിൽ നിന്ന് എടുത്ത് മാറ്റിയ കമ്മിറ്റി ചോദിച്ചാൽ ആരാ? ഫാമിലി പ്ലാനിങ്ങിനെ ദ ബേസിക് ഹെൽത്ത് വർക്കറിന്റെ ദ ഫംഗ്ഷനിൽ നിന്ന് എടുത്ത് മാറ്റിയ കമ്മിറ്റി ചോദിച്ചാൽ ആരാ? ദ മുഖർജി കമ്മിറ്റി. ചോദ്യം കണ്ടിട്ടുണ്ടോ? ചോദ്യം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടോ? ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ് മാറ്റിയ കമ്മിറ്റി ഉണ്ട് ചോദിച്ചിട്ടുണ്ട്. ഫാമിലി പ്ലാനിങ് ദ ബേസിക് ഹെൽത്ത് വർക്കറിന്റെ ഫംഗ്ഷനിൽ നിന്നും എടുത്ത് മാറ്റിയ കമ്മിറ്റി ചോദിച്ചാൽ മുഖർജി കമ്മിറ്റിയാണ്. മാത്രമല്ല ഇനി വേറെ ഫംഗ്ഷൻ എന്തൊക്കെയുണ്ട്? തൊട്ട് മുമ്പേ പറഞ്ഞ ചദ്ദ കമ്മിറ്റി ഫംഗ്ഷൻസ് ഇല്ലേ? അതെല്ലാം ഇവിടെ കണ്ടിന്യൂ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. തൊട്ട് മുമ്പേ പറഞ്ഞില്ലേ ചദ്ദ കമ്മിറ്റി ഇല്ലേ? അതിന്റെ ബാക്കി ഫംഗ്ഷൻ ഏതൊക്കെയാ? ദ കളക്ഷൻ ഓഫ് ദ വൈറ്റൽ സ്റ്റാറ്റിക്സ് ആൻഡ് ദ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ദ മുഖർജി കമ്മിറ്റി ബാക്കിയെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ എന്തെടുത്ത് മാറ്റി? എന്ത് മാത്രം എടുത്തു മാറ്റി? ഫാമിലി പ്ലാനിങ്ങിനെ ദ ബേസിക് ഹെൽത്ത് വർക്കിന്റെ ഫംഗ്ഷനിൽ നിന്ന് എടുത്ത് മാറ്റി. പക്ഷെ ബാക്കി എല്ലാ ഫങ്ഷൻസും അതുപോലെ ഉണ്ട്. ഇത്രയും ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? എവിടെ
യെസ്. ഇനി ഇനി കേൾക്കാത്തൊരു വാക്ക് കാണുന്നുണ്ട്. ഇനി ഇതേ ഓപ്ഷനില് നിങ്ങൾ കേൾക്കാത്തൊരു കമ്മിറ്റി പേര് കാണുന്നുണ്ട്, ശ്രീകൃഷ്ണ കമ്മിറ്റി കാണുന്നുണ്ട് ഓപ്ഷനില്. ഇതേ ക്വസ്റ്റ്യൻ ഇത്രയും കാര്യം പറഞ്ഞു. ശ്രീകൃഷ്ണ കമ്മിറ്റി കേട്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണ എവിടെ കേട്ടിട്ടുണ്ടോ? ഇവിടെ കേട്ടില്ല. ഏത് സംഭവം എന്താ? അത് വന്ന വർഷം 2017 ശ്രീകൃഷ്ണ കമ്മിറ്റി വന്ന വർഷം 2017. ഇതിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ? ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റ ഇല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റ ആൻഡ് ദ പ്രൈവസി ഇല്ലേ എന്തുണ്ടോ? നിങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റയും ആൻഡ് ദ പ്രൈവസിയും കാത്തു സൂക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റി ഏതാ? ശ്രീകൃഷ്ണ കമ്മിറ്റി. മറക്കരുത്, 2017 നിങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റാസ് ഇല്ലേ, എല്ലാ ഡേറ്റാസും ആൻഡ് ദ പ്രൈവസി മറക്കരുത്, ഡേറ്റയും പ്രൈവസിയും കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന കമ്മിറ്റി ഏതാ? ശ്രീകൃഷ്ണ കമ്മിറ്റി. മറക്കരുത്, ചോദിച്ചാൽ എഴുതണം. ഇനി ഇതിന്റെ അവസാന ഓപ്ഷനിൽ എന്ത് കാണുന്നുണ്ട്? അശോക് മേത്ത കമ്മിറ്റി കാണുന്നുണ്ടോ? അതിന്റെ അവസാനത്തെ ഓപ്ഷനിൽ അശോക് മേത്ത കമ്മിറ്റി എന്തിനു വേണ്ടിയുള്ളതാ? എന്തിനു വേണ്ടിയുള്ളതാ? എന്തിനു വേണ്ടിയുള്ളതാ? ഞാൻ ഫസ്റ്റ് ആയിട്ട് പഞ്ചായത്ത് പറഞ്ഞു ഓർമ്മയുണ്ടോ? പഞ്ചായത്ത് രാജ്, പഞ്ചായത്ത് രാജ് പറഞ്ഞു ഓർമ്മയുണ്ടോ? ഇറങ്ങിയെങ്കിലും ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് പറഞ്ഞു ഓർമ്മയുണ്ടോ? ആ പഞ്ചായത്ത് രാജിൽ വന്ന വർഷം ഏതാ? പഞ്ചായത്ത് രാജ് വന്ന വർഷം ഏതാ? പഞ്ചായത്ത് രാജ് വന്ന വർഷം 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 52 അല്ലേ? 52 പഞ്ചായത്ത് രാജ് വന്നു. 52 പഞ്ചായത്ത് രാജ് വന്നു അല്ലേ? വന്നു. ആ പഞ്ചായത്ത് രാജിൽ ഉണ്ടാകുന്ന വീക്ക്നെസ് എല്ലാം മാറ്റണം. പഞ്ചായത്ത് രാജിലുണ്ട 52 വന്ന പഞ്ചായത്ത് രാജിന്റെ എല്ലാ വീക്ക്നെസ്സും മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കമ്മിറ്റി വന്നു, അശോക് മേത്ത കമ്മിറ്റി. വർഷം ഏതായിരിക്കും? 78. 1978 വന്ന കേട്ടോ. ഇത് അശോക് മേത്ത കമ്മിറ്റി വർഷം 1978 വന്നതാണ്. അശോക് മേത്ത കമ്മിറ്റി 52 വന്ന പഞ്ചായത്ത് രാജിന് അവിടെ എന്തൊക്കെയോ വീക്ക്നെസ് ഉണ്ടെന്ന് മനസ്സിലായി, അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് 1978 അശോക് മേത്ത കമ്മിറ്റി വന്നത്. ആലോചിച്ച് നോക്കി, 52 ആ പഞ്ചായത്ത് രാജിൽ ടോട്ടൽ എത്ര ടയർ സിസ്റ്റം ഉണ്ട്? 52 വന്ന പഞ്ചായത്ത് രാജിൽ ടോട്ടൽ എത്ര സിസ്റ്റം ഉണ്ട്? 2 ടയർ ആണോ? 3 ടയർ സിസ്റ്റം ആണോ? 3 ടയർ സിസ്റ്റം ആണോ? 2 ടയർ സിസ്റ്റം ആണോ? 3 അല്ലേ? 3 അല്ലേ? ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ജില്ലാ പരിഷത്ത് ആൻഡ് പഞ്ചായത്ത് ലെവൽ. അത് ഓർമ്മയുണ്ടോ? ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അത് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ജില്ലാ പരിഷത്ത് ആൻഡ് പഞ്ചായത്ത്. ഓർമ്മയുണ്ടോ? അതിൽ നിന്ന് 3 ടയറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ആദ്യമായിട്ട് 2 ടയർ സിസ്റ്റം കൊണ്ടുവന്ന കമ്മിറ്റി ചോദിച്ചാൽ ആരാ? 3 ടയർ സിസ്റ്റത്തിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് 1978 2 ടയർ സിസ്റ്റം കൊണ്ടുവന്ന കമ്മിറ്റി ചോദിച്ചാൽ അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി ചോദിക്കും, the 3 ടയർ സിസ്റ്റം is replaced by a 2 ടയർ സിസ്റ്റം. ആരാ? അശോക് മേത്ത. ഇറ്റ്സ് എ ക്ലിയർ? ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഈ എക്സാം വളരെ ടഫ് ആയിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ മാത്രം ഈ എക്സാം വളരെ ടഫ് ആണെങ്കിൽ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ശരിയല്ലേ? ഈ ഒരു എക്സാം വളരെ ടഫ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണ കമ്മിറ്റി ചോദിക്കുക അല്ലേ? അല്ലെങ്കിൽ മുഖർജി കമ്മിറ്റിയോ ബോർ കമ്മിറ്റിയോ
ആൻഡ് ശ്രീവാസ്തവ കമ്മിറ്റി, അങ്ങനെയുള്ള കമ്മിറ്റീസ് മാത്രമേ കേരള PSC ചോദിക്കുന്നുള്ളൂ. പക്ഷേ എക്സാം നല്ല ടഫ് ആക്കുന്നതിന് മാത്രം ശ്രീകൃഷ്ണ കമ്മിറ്റി ചോദിക്കാം, അന്ത ബൽവൻ റായ് മേത്ത കമ്മിറ്റി ചോദിക്കാം, അന്ത നരസിംഹ കമ്മിറ്റി ചോദിക്കാം, അശോക് മേത്ത കമ്മിറ്റി ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ലെവലിൽ ചോദിച്ചാൽ എന്ത് ഇങ്ങനെ ചോദിച്ചാൽ എഴുതാൻ പറ്റുമല്ലോ, എഴുതാൻ പറ്റുമല്ലോ, എഴുതാൻ പറ്റുമോ ഇല്ലയോ? യെസ് ഓർ നോ? പറ്റും. ഇനി പറ്റുമല്ലോ, പറ്റോടെ പറ്റും. ഇപ്പൊ പറയണം, ഇപ്പം പറയണം. എനിക്ക് ചോദിക്കട്ടെ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, വീണ്ടും ചോദിക്കുകയാണ്. ഇത് ബോർ കമ്മിറ്റി വർഷം ചറവറ പറഞ്ഞു 1946 ബോർ കമ്മിറ്റി, 46 ബോർ കമ്മിറ്റി. 62 ആരാ? 1962 ആരാടെ? ഇത് മുതലിയാറല്ലേ? ആരാ? 62 ഇത് മുതലിയാർ, ഇത് മുതലിയാറായി. 63 ആരാ? 63 ആരാ? 63 ആരാ? 63 എന്താ? ശ്രദ്ധ കമ്മിറ്റിയായി, ശ്രദ്ധ കമ്മിറ്റിയായി. ഈ 1965 65 ആരാ? 65 മുഖർജി കമ്മിറ്റിയായി. 65 മുഖർജി കമ്മിറ്റിയായി. ആയോ? ആയി. ആരെങ്കിലും 1967 ഏത് കമ്മിറ്റി ഇട്ടുണ്ടോ? 67 എവിടെയെങ്കിലും ജുങ്കൻവാല കമ്മിറ്റി ഇട്ടിട്ടുണ്ടോ? 67 എവിടെയെങ്കിലും ജുങ്കൻവാല കമ്മിറ്റി, അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ചോദ്യം കാണുന്നുണ്ടോ? ദ ജുങ്കൻവാല കമ്മിറ്റി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? 66 ആണോ, 67 ആണോ, 68 ആണോ, 69 ആണോ? 67 67 ദ ജുങ്കൻവാല കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത വർഷം 67. ചോദ്യം വരും. പറഞ്ഞു ഏത് വർഷം? ഏത് വർഷം? ഏത് വർഷമാണ് ദ ജുങ്കൻവാല കമ്മിറ്റി വന്ന വർഷം? 67. 67. ഇനി ഇതുമായി പോവുകയാണെങ്കിൽ കർത്താർ സിംഗ് കമ്മിറ്റി വർഷം, കർത്താർ സിംഗ് കമ്മിറ്റി വർഷം 73 ആണോ? 73 ആണോ? കർത്താർ സിംഗ് 73. ആൻഡ് 75 ആരാ? 75 ആരാ? ശ്രീവാസ്തവ കമ്മിറ്റി 75. ഇതുപോലൊരു പേരുണ്ട്. 1986 ഒരു കമ്മിറ്റി ഉണ്ട്, ബജാജ് കമ്മിറ്റി. കേട്ടോ? എവിടെയെങ്കിലും ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഇത് ബജാജ് കമ്മിറ്റി പഠിക്കും നമ്മളിനെ, ഇത് തിയറിയിൽ പഠിക്കും. 1986 എന്താ ബജാജ് കമ്മിറ്റി. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആരും കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ആരും കണ്ടോ? ഇത് ബജാജ് കമ്മിറ്റി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്. സോ ഇനി അറിയേണ്ട കാര്യം, ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം, 1967 വന്ന ഈ പറഞ്ഞ ജുങ്കൻവാല കമ്മിറ്റി എന്ന് പറഞ്ഞ നമ്മുടെ അടുത്ത ചോദ്യമായിരുന്നു. 1967 വന്ന ഈ പറഞ്ഞ ജുങ്കൻവാല കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാ? എന്തിനു വേണ്ടിയുള്ളതായിരിക്കും? ആർക്ക് പറയാം? 67 വന്ന ഇത് ജുങ്കൻവാല കമ്മിറ്റി എന്തിനു വേണ്ടിയുള്ളതാ? ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സർക്കാർ ഡോക്ടർ ആണെങ്കിൽ അയാൾ ഇത് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു കാലഘട്ടം, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സർക്കാർ ഡോക്ടർ ഇത് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ, ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലേ, ഈ ഒരു കാലഘട്ടത്തിൽ ഒന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ 67 ജുങ്കൻവാല കമ്മിറ്റി പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞ സർക്കാർ ഡോക്ടേഴ്സ് പ്രൈവറ്റ് പ്രാക്ടീസ് പാടില്ല. സർക്കാർ ഡോക്ടേഴ്സ് ആരും തന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്നും പാടില്ല. അവിടെ ഓൺലി സർക്കാരിലുള്ള പേഷ്യൻസിന് ഹെൽത്ത് സർവീസ്, അവരുടെ ഹെൽത്ത് സർവീസിന് ഇന്റഗ്രേഷന് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ ചോദ്യം വരും, ടു ഇന്റഗ്രേറ്റ് ദ ഹെൽത്ത് സർവീസസ് ആൻഡ് ദ എലിമിനേഷൻ ഓഫ് ദ പ്രൈവറ്റ് പ്രാക്ടീസ് ബൈ, അത് ഏത് കമ്മിറ്റി? ചോദ്യം ഇതായിരുന്നു, ടു ഇന്റഗ്രേറ്റ് ദ ഹെൽത്ത് സർവീസസ് ആൻഡ് ദ എലിമിനേഷൻ ഓഫ് ദ പ്രൈവറ്റ് പ്രാക്ടീസ് ബൈ ദ ഗവൺമെന്റ് ഡോക്ടേഴ്സ്. അത് വന്ന കമ്മിറ്റിയുടെ പേര് ഏത് പേര്? ജുങ്കൻവാല
ജുങ്കൻവാല. ഇനി മറക്കരുത്, ഇനി ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് ഓടി വരേണ്ട കാര്യം ആ വർഷം 67ാമത്തെ വർഷമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? സർക്കാർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരിക്കലും പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പാടില്ല. ആ കാര്യം ഓർമ്മിക്കും, ആ കാര്യം ഓർമ്മിക്കും, ഓർമ്മിക്കും, ഓർമ്മിക്കും. അത് മാത്രമല്ലായിരുന്നു കേട്ടോ, അത് മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ഡോക്ടേഴ്സിനും ഈക്വൽ പേ കൊടുക്കണം. അത് മാത്രമല്ലായിരുന്നു, ആ കമ്മിറ്റി പറഞ്ഞ് വേറെയും കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഡോക്ടേഴ്സിനും ഈക്വൽ പേ തന്നെ വേണം. എന്താ പ്രൈവറ്റ് പ്രാക്ടീസ് പാടില്ല. എന്താണ് സ്പെഷ്യലൈസ്ഡ് വർക്കുകൾ ചെയ്യുന്നെങ്കിൽ മാത്രം സ്പെഷ്യൽ പേ കൊടുക്കണം കേട്ടോ. സ്പെഷ്യലൈസ്ഡ് ജോലി ചെയ്തെങ്കിൽ മാത്രം സ്പെഷ്യൽ പേ കൊടുക്കണം. അന്ത കോമൺ സീനിയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി കേട്ടോ. എന്ത് ഓർമ്മിക്കും? ഇത് പ്രൈവറ്റ് പ്രാക്ടീസ് പാടില്ല എന്ന് പറഞ്ഞ കമ്മിറ്റിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ജുങ്കൻവാല കമ്മിറ്റി വർഷം 67. ഇതൊരു ക്ലിയർ ആയ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയ? ക്ലിയർ ആയി, ക്ലിയർ ആയി, ക്ലിയർ ആയി. അഞ്ചാമത്തെ ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. Which one of the following is known as the Junganwala Committee? വീണ്ടും ജുങ്കൻവാല കമ്മിറ്റി ക്വസ്റ്റ്യൻ, വീണ്ടും ജുങ്കൻവാല കമ്മിറ്റി കുറിച്ച് ചോദ്യം. Which one of the following is known as the Junganwala Committee? The committee on the integration of the health services ആണോ, on the committees on the government service ആണോ, or the committees on the doctors ആണോ, or the all the above ആണോ? ഞാൻ പറഞ്ഞപ്പോ തന്നെ അത് മനസ്സിലായി കാണാം, ഉത്തരം മനസ്സിലായി കാണാം. ഉത്തരം മനസ്സിലായി കാണാം. ഇത് ആളുടെ പോലെ, ആളുടെ പോലെ ആലോചിച്ച് നോക്കി. ഈ പറഞ്ഞ കമ്മിറ്റീസ് ഓൺ ദ ഡോക്ടേഴ്സ് ആണ്, ഓൺ കമ്മിറ്റീസ് ഓൺ ദ ഗവൺമെന്റ് സർവീസ് ആണ്, ഓൺ ദ കമ്മിറ്റി ഓൺ ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഹെൽത്ത് സർവീസ്, എല്ലാം ഇല്ലാടെ, എല്ലാം ഇല്ലേ? ആലോചിച്ച് പറയാം, എല്ലാം ഇല്ലേ? എല്ലാം ഇല്ലേ? യെസ് ഉണ്ട്. സോ ഇത്രയും ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ജുങ്കൻവാല കമ്മിറ്റി ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി? യെസ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ, എത്ര ഓപ്ഷൻ പഠിച്ചു? പറഞ്ഞേ, ഇന്ന് എത്ര ക്വസ്റ്റ്യൻ, എത്ര ഓപ്ഷൻ പഠിച്ചു? 5 ക്വസ്റ്റ്യനും അതിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം പഠിച്ചു. കുറെ കാര്യം പഠിച്ചിട്ട് കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് 5 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യം പഠിച്ചില്ലേടെ? പഠിച്ചില്ലേടെ? പഠിച്ചു. ഇതല്ലേ നല്ലത്? ഇതല്ലേ ശരിയായ കാര്യം? ഇതല്ലേ ശരിയായ പറഞ്ഞ രീതി? ഇതല്ലേ? ഞാൻ ഒരു കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടിട്ട് വീണ്ടും പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് കയറണം. അല്ലാതെ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിക്കുന്ന സ്ഥലങ്ങൾ പലയിടത്തുകൊണ്ട് അന്വേഷിച്ച് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാർ പഠിക്കുന്ന എവിടെയാണെങ്കിൽ ചോദിക്കുക, ഇത് ക്വസ്റ്റ്യനും ആൻസറും മാത്രമായിരിക്കും പറഞ്ഞു പോകുന്നത്. അങ്ങനെയല്ല പഠിക്കേണ്ടത്. സോ ഇങ്ങനെ പഠിക്കണം. സോ ഇത്രയും മതിയല്ലോ ഇന്നത്തേക്ക് ഇത്രയും കാര്യം മതിയല്ലോ? എസ് ഓർ നോ? എസ് മതിയല്ലോ? മതി, മതി. സോ നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടുമോറോ വീണ്ടും കാണാം. ഇതിന്റെ ബാക്കിയായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.